ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്നലെ നെയ്യ് അഭിഷേകം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ നെയ്യ് അഭിഷേകത്തിനും തിരക്ക് കൂടിയിരുന്നു. കാനനപാതയായ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. മണ്ഡല സീസൺ തുടങ്ങി ശബരിമല സന്നിധാനത്ത് ഏകദേശം പകുതി ദിവസം പിന്നിടുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം ഇതിനോടകം തന്നെ 17 ലക്ഷത്തിലധികം ആളുകൾ തീർത്ഥാടനം നടത്തി ഈ സീസണിൽ മടങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ നല്ല തിരക്കുണ്ട്. ഏകദേശം 25,000-ഓളം ഭക്തർ രാവിലെ തന്നെ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സമയമായിരുന്നു. അതിനാൽ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സാഹചര്യത്തിൽ നെയ്യഭിഷേകം ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ നെയ്യഭിഷേകം നടത്തി മടങ്ങാൻ നിരവധി പേർ ഉണ്ടായിരുന്നു. ആ ഒരു തിരക്കും ഇന്ന് നല്ല രീതിയിൽ അനുഭവപ്പെടുകയുണ്ടായി. എന്തായാലും സുഗമമായ ഒരു ദർശനം തന്നെയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ഉള്ളത്. കാലാവസ്ഥയുമൊക്കെ അനുയോജ്യമായ ഒരു സാഹചര്യം തന്നെയാണ്. വരും ദിവസങ്ങളിലും എല്ലാം തന്നെ സ്ലോട്ടുകളും തന്നെ നിലവിൽ ലഭ്യമില്ല. അതിനാൽ തന്നെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. ഈ വരാത്ത സ്ലോട്ടുകൾക്ക് അനുസൃതമായ രീതിയിൽ സ്പോട്ട് ബുക്കിങ്ങുകൾ നിലക്കയിലും അതോടൊപ്പം തന്നെ എരുമേലിയിലും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും നിജപ്പെടുത്തിയിട്ടുണ്ട്. വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.